വീണ്ടും ഒരു ഞായറാഴ്ച കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ എവിടെയായിരിക്കുന്നു അവിടെയായിരുന്നു ദൈവസാന്നിധ്യ സ്മരണയിൽ സാധിക്കുമെങ്കിലും നമുക്ക് ബലിയിൽ ഒരുമിച്ച് പങ്കുചേരാം. നമ്മളെല്ലാം ഓരോ ദിവസവും കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് വരുന്ന അസ്വസ്ഥതകളും ജീവിത ഭാരങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതല്ല. ദൈവത്തിൻ്റെ ഇടപെടൽ ഏറ്റവും അനിവാര്യമാണ്. ദൈവത്തിന് മാത്രമേ നമ്മളെ വിശുദ്ധീകരിക്കാനും രക്ഷപ്പെടുത്താനും സാധിക്കുകയുള്ളൂ എന്ന ബോധ്യത്തോടെ ഒരുമിച്ച് ദൈവാനുഗ്രഹം ലഭിക്കാനും വരാൻ പോകുന്ന ആഴ്ചയിൽ ദൈവത്തിൻ്റെ പരിപാലനയെ അയച്ചുകൊണ്ടും ഈ ബലി നമ്മുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളെയും അതിലുള്ള എല്ലാവരെയും ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതമാം സ്വർഗ്ഗത്തിൽ
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണ്ണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കേണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കി. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സൗമ്യമെന്നെ പറഞ്ഞാൽ വൈര്യം പിന്തുടർന്നാൽ വസതി കഴിയുവാൻ പോകും മധുരമങ്ങേ മഹിമയിൽ മറയുവാൻ കണ്ണിലെ കറിയുകൾ കണ്ണു കണ്ടുവയങ്കരം കായങ്ങേ കനിവേയും കടലിന്റെ തുലയിത്തരം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കഴിഞ്ഞ ആഴ്ചക്കാലം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ നന്ദി പറയുവാൻ ഞങ്ങൾ മറന്നുപോകുന്നതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥാ എന്നേക്കും. Happy birthday.
എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ഓരോരുത്തരുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ സുവിശേഷം
ഇത് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം. ഈശോയുടെ ദൗത്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മത്തായി സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു, മരണത്തിന്റെ നിഴലിൽ കഴിഞ്ഞ മനുഷ്യർക്ക് ഒരു പ്രകാശമായി മാറുക എന്നുള്ളതാണ്. ആ ദൗത്യമായിരുന്നു ക്രിസ്തുവിന്റെ. അത് നമുക്ക് ഓരോരുത്തർക്കും കൈമാറപ്പെട്ടിട്ടുണ്ട്. ആ ദൗത്യം നമ്മൾ സ്വീകരിച്ചവരാണ്. ഈ ഭൂമിയിൽ നമ്മൾ വന്ന് നമുക്ക് വിവിധങ്ങളായ ജീവിതാവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ദൗത്യം നമ്മൾ നിറവേറ്റുന്നുണ്ട്. അച്ഛനെന്ന നിലയിൽ, സിസ്റ്റർ എന്ന നിലയിൽ, അപ്പനും അമ്മയും എന്ന നിലയിൽ ഈ ദൗത്യം പൂർത്തിയാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്താണ് ദൗത്യം എന്ന് ചോദിച്ചാൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മരണത്തിന്റെ നിഴലിൽ കഴിഞ്ഞ മനുഷ്യർക്കും അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കും ഒരു പ്രകാശമായി മാറുക എന്നുള്ളത്. അതാദ്യം സംഭവിക്കുക നമ്മുടെ കുടുംബങ്ങളിലാണ്. കുടുംബങ്ങളിൽ ഈ പ്രകാശത്തിന്റെ കിരണങ്ങൾ പരസ്പരം കൈമാറാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത്രയും മതി നമ്മുടെ ജീവിതം. ഒരുപാട് സൽകീർത്തി കൊണ്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പൂർത്തിയാക്കി എന്നതുകൊണ്ടോ ഒന്നും ജീവിതത്തിന്റെ ബയോഗ്രഫി പരിശോധിക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി എന്ന് പറയുന്നതിനും അപ്പുറത്തേക്ക് ഈ മനുഷ്യൻ ചെറിയൊരു പ്രകാശമായിരുന്നു. ഈ അപ്പൻ കുടുംബത്തിന്റെ ഒരു പ്രകാശമായിരുന്നു, ഈ അമ്മ കുടുംബത്തിന്റെ വിളക്കായിരുന്നു എന്ന് പറയാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് അത്രത്തോളം വളർന്നാൽ മതി. ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസറത്ത് വിട്ട് സെബൂലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ യോർദാന്റെ മറുകരയിൽ സെബൂലൂൺ നഫ്താലി പ്രദേശങ്ങളിൽ വിജാതീയരുടെ ഗലീലയിൽ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ ഇരുളിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പ്രസംഗാരഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വത്തിന്റെ നാഥനായ ദൈവത്തിലേക്ക് സമുദ്രത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ കുടുംബങ്ങളിലുള്ളവരുടെയും മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെയും കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകി കളയട്ടെ. അങ്ങയുടെ ആരാധ്യമായ തത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി
പ്രഭാതം പുതിയ പ്രതീക്ഷകൾ ഈ ദിവസം മുഴുവനും വരാൻ പോകുന്ന ഒരാഴ്ചക്കാലം മുഴുവനും അങ്ങയുടെ പരിപാലനയ്ക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ. ഈ തിരുമുൽ കാഴ്ചകളോട് ചേർത്ത് ഞങ്ങളുടെ സങ്കടങ്ങൾ, കുടുംബത്തിൻ്റെ ഭാരങ്ങൾ, ഒറ്റയ്ക്കിരുന്ന് കരയുന്ന അനുഭവങ്ങൾ, നിരാശകൾ, ആരോടും പറയാത്ത മനസ്സിൻ്റെ വേദനകൾ, കഷ്ടപ്പാടുകൾ, ദുഃഖ ദുരിതങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ബിസിനസ് മേഖലകളിലെ തകർച്ചകൾ, ഭവനങ്ങളുടെ നിർമ്മാണത്തിലായിരിക്കുന്ന അവസ്ഥകൾ ഈശോ നീ കാണണമേ, ഏറ്റെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.
മനസ്സിലാക്കുവാൻ എളിയവരെ പാപികളുമായിരുന്നിടം ഞങ്ങളെ കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിതം പരമനാഥൻ കാഴ്ചവയ്ക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വീശ്വരാമയുടെ മഹത്വമേറിയ പരിശുദ്ധ ത്രിത്വത്തിൽ ഏറ്റവും ആരാധ്യമായ നാമമെല്ലാം അതിരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തിൽ അതിലുള്ള സകലത്തെയും കൈവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങൾ മാലാഖമാരുടെ പതിനായിരങ്ങൾ മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അന്തിമയന്മാരൂപികളമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളമായ ക്രോവ്യന്മാരോടും സഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു.
നിത്യമായ ആത്മാവോട് മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ചാതനായ നിയമത്തിന് അധീനനായി വേർതിരിക്കാൻ നിയമത്തിന് വിധേയനായി ഞങ്ങളുടെ രക്ഷയുടെ സ്വാധീനം ഏർപ്പെടുത്തി രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് പ്രകാശമാകാൻ, മരണത്തിന്റെ നിഴലിലൂടെ കഴിഞ്ഞു ജീവിക്കുന്ന മനുഷ്യർക്ക് പുതിയ ഒരു പ്രതീക്ഷയാണ് ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി ജന്മമെടുത്ത് മഹത്വത്തിന്റെ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കാൻ ഓരോ ബലിയിലും അപ്പത്തിലേക്കും ശരീരത്തിലേക്കും തന്നെ ആവസിപ്പിക്കുന്ന അങ്ങയുടെ ആ കാരുണ്യത്തിന്റെ മുമ്പിൽ തീർത്തും എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ദൈവഭയത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ. ഈശോ, ഞങ്ങളായിരിക്കുന്ന, ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ അസ്വസ്ഥതകളിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നിന്റെ കരുണ ചൊരിയണമേ എന്ന് കണ്ണുകൂപ്പി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ പരിശുദ്ധമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിച്ചു. അപ്രകാരം തന്നെ കാസിയെടുത്ത കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനാ സകല മനുഷ്യർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, ആഗോള സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എല്ലാ മെത്രാപ്പൊലീത്തമാർ, വൈദികർ, സമർപ്പിതർ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വെളിയിപ്പിക്കുന്ന പുരോഹിതർ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇടവക സമൂഹത്തിൽ നിന്ന് പൗരോഹിത്യ സന്യാസ അർപ്പിത ജീവിതങ്ങളായിരിക്കുന്നവർ, പരിശീലനം നേടുന്നവർ, എല്ലാ ലോകരാജ്യങ്ങൾ, രാഷ്ട്രതലവന്മാർ, ഭരണ സമ്പ്രദായങ്ങൾ, നിയമപാലകർ, ആരോഗ്യ പ്രവർത്തകർ, രോഗി ശുശ്രൂഷയിലായിരിക്കുന്ന സകലർക്കും, സൈനിക സേവനത്തിലായിരിക്കുന്നവർക്കും, രാജ്യത്തിന്റെയും ദേശത്തിന്റെയും സംരക്ഷകർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീമാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതികരമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ സകല പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ദേശത്തിലും ദുഃഖിതരും ദരിദ്രരും പീഡിതരും
രോഗികളും ആഗ്രഹമായ ഓരോ മനുഷ്യർക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കരയുന്നവരും തെരുവുകളിൽ അലഞ്ഞു തിരിയുന്നവരും കയ്യിൽ കിടക്കാൻ ഇടമില്ലാത്തവരും കടത്തിടകളിലും ചേരികളിലും അന്തിയുറങ്ങുന്നവരും മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവരും ആശുപത്രികളിൽ നിലവിളിക്കുന്നവരും ഐസൊലേഷൻ വാർഡുകളിലും ഭവനങ്ങളിലുമായിരിക്കുന്നവരും വെന്റിലേറ്ററുകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരും മരണപ്രാണത്തിലായിരിക്കുന്നവർക്കും ഈ സമയമത്രയും മരിച്ചുപോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആത്മാക്കൾക്കും കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജീവിത പങ്കാളികൾ, മിത്രാദികൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, സ്നേഹിതർ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, ഈ ബലിയിൽ പങ്കുചേരുന്ന ആരാധനാ സമൂഹം മുഴുവനും അവരുടെ കുടുംബങ്ങൾക്കും ബലിയിലേക്ക് ചേർത്ത് വെച്ച് ചെറുതുമായ ഓരോ നിയോഗങ്ങൾക്കും അടുത്ത പകരങ്ങളിലുമായി വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും, വിവാഹ ജീവിതത്തെ സ്വപ്നം കാണുന്നവർ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിദേശത്ത് പോകാൻ ഒരുങ്ങുന്നവർ, പേപ്പർ സംബന്ധമായ തടസ്സങ്ങളിലായിരിക്കുന്നവർ, ബിസിനസ് മേഖലകളിൽ തളർച്ചകളെ നേരിടുന്നവർ, ഭവനങ്ങളുടെ നിർമ്മാണത്തിലായിരിക്കുന്നവർ, കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ഓരോരുത്തർക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവരും അകലങ്ങളിൽ നിന്ന് ഞങ്ങളോട് പ്രാർത്ഥന ചോദിക്കുന്നവർ, പ്രത്യേകിച്ച് അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഗൗരവമേറിയ ടെസ്റ്റുകളുടെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, എഴുതിയ പരീക്ഷകളുടെ ഫലത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ, ഈ ദിവസം മുഴുവനും വരാൻ പോകുന്ന ഒരാഴ്ചക്കാലം മുഴുവനും ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും ആത്മനായി വിശുദ്ധതയിൽ പങ്കുചേരുന്ന ഓരോരുത്തർക്കും അവരുടെ ചെറുതും വലുതുമായ സകല സങ്കടങ്ങളുടെയും ഭാരങ്ങളുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. പഠിപ്പിച്ചതുപോലെ നിർഭരവും അങ്ങയുടെ ദൃശ്യതയിൽ സംപ്രീതികളുടെ പാവനസ്മരണ സജീവവും ജീവനായകമായ പരിശുദ്ധമായ ജീവനായകമായ അടയാള മുദ്രകൾ ഞങ്ങളുടെ ആനന്ദരക്ഷകമായ ഈശോയുടെ സന്തോഷപൂർവ്വം സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവേ വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ താമസിച്ചതിനെ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. കടങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഉയരത്തിലുള്ള പ്രത്യാശയ്ക്ക് പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തെ കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകവുമായ നാമത്തിനാൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങളോട് ദൈവമേ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവരും മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
അത് ദൈവം കാണുന്നുണ്ട്. അതിലെവിടെയാണ് നന്മയും തിന്മയും എനിക്ക് സംഭവിച്ചത്? എവിടെയാണ് എൻ്റെ വീഴ്ചകൾ? ആരും കാണില്ല എന്ന് കരുതി പോലും എനിക്ക് വന്നുപോയ തെറ്റുകൾ, മുൻവിധികൾ, അന്യായമായ വിമർശനങ്ങൾ, കുറ്റം പറച്ചലുകൾ, തെറ്റിദ്ധാരണ സൃഷ്ടിക്കൽ, ഈശോയെ ഉപയോഗിച്ച് ചേർത്തിരിക്കുന്നു. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, എല്ലാം അറിയുന്ന കാരണവാനായ കർത്താവേ, ഞങ്ങളുടെ മനസ്സാക്ഷിയും നീ ഒന്ന് വിശുദ്ധീകരിക്കണം. എൻ്റെ ജീവിത പങ്കാളിയോടും മക്കളോടുമൊക്കെ എനിക്ക് വന്നുപോയ വീഴ്ചകൾ, എന്നെ ഏൽപ്പിച്ച ജീവിതാവസ്ഥയ്ക്ക് യോജിക്കാത്ത രീതിയിലുള്ള എൻ്റെ പെരുമാറ്റങ്ങൾ, നീ ബലിപീഠത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മുഴുവൻ, ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ചോരത്തുള്ളികളുടെ യോഗ്യതകളാണ് ഈശോയെ ഭരണപ്രധാനമേ. തെറ്റുകളും വീഴ്ചകളും സംഭവിച്ചു പോയി. അനുതാപങ്ങളുടെ ഹൃദയത്തോടെ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ശരീരം എത്രയോ നിത്യജീവൻ നൽകട്ടെ. We're going to
കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്നും മോചിതരായി ദിവ്യരഹസ്യങ്ങളെ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ യോഗ്യരാക്കി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങേക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലരെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീരരത്നങ്ങൾ വഴി നിന്റെ സൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കിടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. വിശ്വസിഹായിക്ക്